ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന്റെ ഐശ്വര്യത്തിനെല്ലാം കാരണം ആരാ? അത് ഈ നിൽക്കുന്ന എന്റെ ഒരേ ഒരു മകനാ. എന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും എന്റെ മകൻ ദീപക കാരണം. ഈ മകനെ കുറിച്ച് ചില കംപ്ലൈന്റുകളുണ്ട്. അച്ഛന് വേണ്ടി നടത്തിയ അർച്ചനയുടെ പ്രസാദ ഒരൽപ്പം നെഞ്ചിലും കൂടി തൊടിയിക്കും മോളെ. അത് എന്തിനാ അമ്മമ്മേ ഈ പ്രസാദം എല്ലാവരും നെഞ്ചി തൊടുന്ന? അതോ അത് ആചാരം മാത്രമല്ല, സയൻസും കൂടെയാ. നമ്മൾ നെറ്റിയിലും നെഞ്ചിലും ചന്ദനം തൊടുമ്പോ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലും വികാരമണ്ഡലത്തിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു. മനസ്സും ശരീരവും പോസിറ്റീവാകുന്നു. ചന്ദനം തണുപ്പും ഔഷധവുമാണ്. അമ്മ അത് പറഞ്ഞപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം ഓർത്തെ. പ്രതാപേട്ടനെ ഇളമയിൽ കൊള്ളിപ്പിക്കണം. നല്ല കാര്യം. വൈറ്റമിൻ ഡി ഗുളിക കഴിക്കണ്ട. ആഹാ, കലക്കിയല്ലോ. എടാ, വേഷമൊക്കെ ഓക്കെ, പക്ഷേ എനിക്കെന്തോ അകാരണമായൊരു ടെൻഷൻ. അതെന്തിനാ? എടാ, ജഗന്നാഥന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും അവൾ പൊക്കിക്കൊണ്ട് വരുവാടാ. ആ ഋതിക. അമ്മ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അവളോട് പോവാൻ പറയും. അവള് ചുമ്മാ വരട്ടുന്നതല്ലേ. അമ്മ മിനിസ്റ്ററായി നല്ല പെർഫോമൻസ് കാഴ്ചവെക്ക്. ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കരുത്. കാശുണ്ടാക്കണം. ശരി ശരി. അമ്മ വന്നേ ഇങ്ങോട്ട്. വാ വാ, നടക്ക്. ഈ ചെക്കൻ അച്ഛനെ ഇളമയിൽ കൊള്ളിക്കാൻ പോവാ. അതും ട്രീറ്റ്മെന്റിന്റെ ഭാഗം. പുതിയ മന്ത്രിയെ വരവേൽക്കാൻ പാർട്ടിപ്പട എത്തിയിട്ടുണ്ടല്ലോ. ഇത് പാർട്ടിപ്പടയൊന്നും അല്ല, കൂലി വാങ്ങിക്കുന്ന കുറെ ടീമുകളാ. ഒരു പൈന്റും 1000 രൂപയാണ് കൂലി. അംബികയ്ക്ക് ജയ് വിളിക്കാനുള്ളതല്ലേ. अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. ഇവരൊക്കെ ഇതെങ്ങനെ വന്നു? ദീപക് അവരുടെ നേതാവല്ലേ, അവൻ വിളിച്ചോണ്ട് വന്നായിരിക്കും. अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. विद्याभ्यास मंत्री की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. वनिता मंत्री की जय, वनिता मंत्री की जय. विद्याभ्यास मंत्री की जय, विद्याभ्यास मंत्री की जय. എടാ, ഇവരെന്തൊക്കെയായി വിളിക്കുന്നത്? എല്ലാത്തിന്റെയും കിളിപോയിരിക്കുക. अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. മാഡം, എന്താണ് വിദ്യാഭ്യാസ വകുപ്പിലെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ? ആ വകുപ്പില് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റ് കൂടി തീരുമാനങ്ങൾ എടുത്ത ശേഷം വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. മാഡം, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? തീർച്ചയായും. കുട്ടികളുടെ പഠനഭാരം എന്തായാലും ഞാൻ കൂട്ടും. പിന്നെ പുതിയ പുതിയ സിലബസുകൾ കൊണ്ടുവരും. ഹൈടെക് സ്കൂളുകൾ എന്ന രീതിയെ ഞാൻ മാറ്റിക്കളയും. കുട്ടികൾക്ക് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം? അതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇന്ന് ഒരു വീടുകളിലും പട്ടിണിയില്ല. അതുകൊണ്ട് സ്കൂളിലെ ഭക്ഷണ രീതികള്
അത് ഞാൻ നിർത്തിക്കളയും. നിലവിലൊരു MLA പോലും അല്ല ശ്രീമതി അംബിക വർമ്മ. മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രി പദവി വഹിച്ചാ പോരായിരുന്നോ? മിനിസ്റ്റർ ആയാൽ എന്താ തെറ്റ്? 6 മാസത്തിനകം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാ പോരെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 164A പ്രകാരം അങ്ങനെ നിബന്ധനയുണ്ട്. മാഡം, വർമ്മ സാറ് സുഖപ്പെട്ടു വരുമല്ലോ. അതുവരെ മറ്റൊരു പുതിയ മന്ത്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? പാർട്ടി ചില ചുമതലകൾ എന്നെ ഏൽപ്പിച്ചു. പാർട്ടി പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. മാഡത്തിന്റെ ഐശ്വര്യത്തിനെല്ലാം കാരണം ആരാ? അത് ഈ നിൽക്കുന്ന എന്റെ ഒരേ ഒരു മകനാ. എന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും എന്റെ മകൻ ദീപക കാരണം. ഈ മകനെ കുറിച്ച് ചില കംപ്ലൈന്റുകളുണ്ട്. മതി മതി, ഇനി ഞാൻ എന്റെ ആങ്ങളുടെ അടുത്ത് കാണും. ബാക്കി ചോദ്യവും ഷൂട്ടിങ്ങും ഒക്കെ അവിടെ. പന്തംകുളത്തിപ്പട ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അത് പ്രതാപേട്ടന്റെ അടുത്ത് നിന്ന് മീഡിയക്കാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് അവൾക്ക് ആളാവാനാ. സമ്മതിക്കരുത് മോളെ. ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താന്നോ? എന്റെ ആങ്ങളുടെ അടുത്ത് എനിക്ക് വരാൻ പാടില്ലേ? ആങ്ങളുടെ അടുത്ത് നിങ്ങൾ വന്നു, പക്ഷെ ഇവരെയും കൂട്ടി വന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനാ. എന്റെ അനിയന്റെ അടുത്ത് നിന്ന് എനിക്ക് ഇന്റർവ്യൂ എടുക്കണം. ഇവനെ ഓർത്ത് എന്റെ ഹൃദയം വിതുമ്പുകയാണെന്ന സത്യം പൊതുജനം അറിയട്ടെ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് വിതുമ്പിക്കോ. ഈ അവസ്ഥയില് എന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏർപ്പാടാ. ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. ഇതൊക്കെ പറയാൻ നീയൊക്കെ ആരടി? ഇതൊക്കെ പറയാൻ ഞാൻ പ്രതാപ വർമ്മയുടെ മകളും. ഇത് പ്രതാപ വർമ്മയുടെ ഹോം നഴ്സ്. എന്നാ ഹോം നഴ്സിനോടും മകളോടും അംബിക വർമ്മ പറയുന്നത് ഞാൻ ഇവനെ ഈ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യും. അത് അതിരി കടന്ന മോഹമാണല്ലോ അംബികെ. നടക്കില്ല. നടത്തും. എന്താ ഇവിടെ പ്രശ്നം? ഇവര് പ്രതാപ വർമ്മ സാറിനെ ഇരുത്തിക്കൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഇവരുടെ ഉണക്ക ചാണകം വാരാനുള്ള ഇന്റർവ്യൂ.